അപ്പുറത്ത് തേവരുടെ എഴുന്നള്ളത്തും അമ്പാരിയും പിന്നെ പഞ്ചവാദ്യമേളവും ക്ഷേത്രത്തിൽ മുറുകുകയാണ്. ആർത്തവ പ്രശ്നമായതിനാൽ കഴിഞ്ഞ വർഷത്തെ ആറാട്ടിന് ക്ഷേത്രത്തിൽ വരാൻ പറ്റിയില്ല വർണ്ണയ്ക്ക്. ഏറെ നേരം ആസ്വദിച്ച് അങ്ങനെ അമ്മ പൊക്കിച്ചിയുടെ കൂടെ ഇരിക്കെ അല്പം അകലെ ക്ഷേത്രത്തിൻ്റെ ഒരു തൂണും ചാരി നിന്ന് ഒരാൾ തന്നെ നോക്കുന്നു. ഷാജി എന്നാണ് അയാളുടെ പേര്. കുറേ നാളായി അയാൾ താൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ഉണ്ടാകും. എവിടെ പോയി നിന്നാലും നോട്ടം തന്നിൽ തന്നെ. ഇതിന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. പണ്ട് താൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഉണ്ട്. ഓരോ പ്രാവശ്യവും ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചുകൊണ്ട് എഴുന്നള്ളത്ത് തങ്ങൾ ഇരിക്കുന്നതിന് മുന്നിൽ കടന്നു വരുമ്പോൾ കയ്യിലുള്ള മൊബൈലിൽ അവളുടെ വീഡിയോകളും ഇമേജും ഒക്കെ എടുത്ത് വർണ്ണ ഫോൺ മെമ്മറി നിറച്ചു. ഇടയ്ക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണിനെ അവൾ തിരിഞ്ഞു. കണ്ടില്ലല്ലോ, എവിടെ പോയി? സ്ത്രീകൾക്ക് അങ്ങനെയാണ്. കള്ളനോ കലിപ്പനോ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന നോട്ടം. അത് മനസ്സിൻ്റെ ദൗർലഭ്യമാണ്. അറിയാതെ വീണ്ടും നോക്കിപ്പോകും. അവൾ തൻ്റെ തല 360 ഡിഗ്രി കറക്കി നോക്കി. എങ്ങുമില്ല. ആ, മതിയായി കാണും അവൾ കരുതി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഉത്സവത്തിനോടനുബന്ധിച്ച് പുറത്ത് ക്ഷേത്ര മൈതാനത്തിലുള്ള സ്റ്റേജിൽ നാടകം ഉണ്ടെന്ന കാര്യം വർണ്ണയ്ക്ക് ഓർമ്മ വന്നത്. വാ അമ്മേ, നാടകം ഇപ്പോൾ തുടങ്ങും. ഇനി ഇച്ചിരി നാടകം കാണാം. അവൾ അമ്മയും കൂട്ടി അങ്ങോട്ട് പുറപ്പെട്ടു. ദേ, അവിടെ ഒരു അടിപിടി. അമ്മ പറയുന്നത് കേട്ട് വർണ്ണ അങ്ങോട്ട് നോക്കി. ക്ഷേത്രത്തിൽ നിന്നും തന്നെ ശ്രദ്ധിച്ചുകൊണ്ടുണ്ടായ അതേ ആൾ തന്നെ. ഈ ഷാജിയേട്ടൻ ഇതെന്തിൻ്റെ കേടാ? അവൾ മനസ്സിലോർത്തു. ഒരു യുവാവിനെ എടുത്തിട്ട് ചാമ്പുകയാണ്. കണ്ണിൽ ചോരയില്ല, ദുഷ്ടൻ. അവൾക്ക് അവൻ്റെ പ്രവൃത്തികൾ ഓർത്തപ്പോൾ ചിരി പൊട്ടി. ഒരേ സമയം റൊമാൻസും വയലൻസും. വെറുതെ അല്ല നാട്ടുകാർ ഇരട്ടപ്പേര് വിളിക്കുന്നത്, അസുരനെന്ന്. ഇതാ ആ തെമ്മാടി ചെക്കനല്ലേ, കുന്നുമേൽ കുമ്പേട്ടിയുടെ മകൻ. എന്താ അവൻ്റെ പേര്? അസുരൻ ഷാജി. അത് തന്നെ. എവിടെ പോയാലും അടിയും പിടിയും ബഹളവും. അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ തിരിഞ്ഞൊന്നുകൂടി നോക്കി. അപ്പോൾ ഷാജി അവളെ കണ്ടു. അവൾ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു. തെമ്മാടി. അമ്മ വാ, അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് അവൾ അമ്മയും കൂട്ടി നടന്നു. തന്നെ ഈ സീനിൽ കണ്ടു പുച്ഛിച്ചു പോകുന്ന വർണ്ണയെ കണ്ടതോടുകൂടി അവൻ പെട്ടെന്ന് ശാന്തനായി. അവൻ്റെ കയ്യിലുള്ള യുവാവിനെ കോളറിൻ്റെ പിടിവിട്ട് ഒഴിവാക്കി. അവർ നാടകം നടക്കുന്ന പറമ്പിനടുത്തേക്ക് നടന്നു. സ്റ്റേജിന് മുന്നിലുള്ള മൈതാനത്ത് കൂടിയിരിക്കുന്ന ആളെ കണ്ടവൾ അമ്പരന്നു. എല്ലായിടത്തും ജനങ്ങൾ. അവരവരുടെ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു. സൂചി കുത്താൻ ഇടം കാണുന്നില്ല. എങ്കിലും സ്റ്റേജിന് അല്പം മാറി ഒരിടത്ത് ആൾക്കാർ കുറവുള്ള ഗ്യാപ്പിലേക്ക് കുറേ പേർ അങ്ങോട്ടിരിക്കാൻ സഞ്ചരിക്കുന്നത് കണ്ടു. വർണ്ണയും അമ്മയും അവരുടെ കൂട്ടത്തിൽ കൂടി. വർണ്ണ കയ്യിൽ കരുതിയിരുന്ന പഴയ പത്രത്താൾ വിരിച്ച് അമ്മയെ അതിലിരുത്തി. വേറൊരെണ്ണം വിരിച്ച് അവളും ഇരുന്നു. ഈ സ്ഥലം കൊള്ളാം അല്ലേ അമ്മേ? അതെ. നിന്റെ അച്ഛനും ഞാനും പണ്ട് ഇവിടെ സ്റ്റേജിൽ പരിപാടി ഉണ്ടാകുമ്പോൾ ഇവിടെയാണ് വന്നിരിക്കാറുള്ളത്. നമ്മുടെ ഭാഗ്യം. ഇപ്പോൾ വന്നില്ലെങ്കിൽ ഇതും കിട്ടില്ലായിരുന്നു. വർണ്ണ മൈതാനത്തിൻ്റെ ചുറ്റുവശത്തും ഇരിക്കാൻ സീറ്റ് കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരെ നോക്കി പറഞ്ഞു. അതെ അതെ, ഇന്നിതെന്തൊരു തിരക്കാണ് മോളെ. നാടകം കാണാൻ വന്ന് ചുറ്റും കൂടി നിന്നുകൊണ്ടിരിക്കുന്ന ആൺ പ്രജകളുടെ നോട്ടം മുഴുവൻ സുന്ദരിയും സുമുഖിയുമായ വർണ്ണയിലാണ്. വന്നുകൂടിയ ചെറുപ്പക്കാർ പലരും അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നു. എന്തിന്? അവളിൽ നിന്നും ഒരു ചെറു പുഞ്ചിരി തിരിച്ചു കിട്ടാൻ. അവർ അങ്ങനെ കൊതിക്കുന്നതിലും നോക്കുന്നതിലും തെറ്റില്ല. എങ്ങനെ നോക്കാതിരിക്കും? എങ്ങനെ കൊതിക്കാതിരിക്കും? വശ്യമായ പുഞ്ചിരി അവളുടെ കൈമുതലാണ്. ശാലീന സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു നിറകുടം എന്ന് തന്നെ പറയാം. തൻ്റെ പിന്നാലെ കൂടുന്നവരെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ആരെയും വേദനിപ്പിക്കില്ല. അത്രയും നിഷ്കളങ്ക വ്യക്തിത്വത്തിന് ഉടമയാണവൾ. ബോളൻ്റെയും പൊക്കിച്ചിയുടെയും 2 മക്കളിൽ മൂത്തവൾ. സഹോദരൻ നകുലൻ. പാരമ്പര്യമായിട്ടുള്ള മൺപാത്രം ഉണ്ടാക്കി വിറ്റിട്ടാണ് അവർ കഴിയുന്നത്. വർണ്ണ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ അസുഖം ബാധിച്ച് പൊക്കിച്ചിയുടെ ഭർത്താവ് ബോളൻ മരിച്ചപ്പോൾ പറക്കമുറ്റാത്ത 2 കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്കായി പോയി. പൊക്കിച്ചി ഏറെ കഷ്ടപ്പെട്ടാണ് പിന്നീട് കുടുംബം പുലർത്തിയത്. ഇതിനിടെ വർണ്ണ +2 കഴിഞ്ഞു. നകുലൻ 10ാം ക്ലാസ്സിലും. കുടുംബം പ്രാരാബ്ദം മൂലം പട്ടണത്തിൽ പോയി തുടർന്ന് പഠിക്കാനാവാതെ അവൾ വീട്ടിൽ തന്നെ അമ്മയുടെ കൂടെ മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചു. അവളുടെ കുഞ്ഞിക്കൈ കൊണ്ട് കളിമണ്ണിൻ്റെ ലോകത്ത് പ്രവേശിച്ചപ്പോൾ കലാകാരിയായ അവളുടെ കരവിരുതിൽ അനേകം കളിമൺ പ്രതിമകളുണ്ടായി. അമ്മ നാട്ടിൻപുറത്തും പട്ടണത്തിലും മൺപാത്രങ്ങൾ വിൽക്കുന്നതിനോടൊപ്പം മകൾ വർണ്ണ ഉണ്ടാക്കിയ പ്രതിമകൾക്കും നല്ല ഡിമാൻഡ് വർദ്ധിച്ചു. അങ്ങനെ ആ വഴിക്കും കഞ്ഞി കുടിക്കാനുള്ള വരുമാനം ഉണ്ടാക്കി. മോളെ, എനിക്ക് ഉറക്കം വരുന്നടി. ഇതിപ്പോൾ തുടങ്ങുമോ? അന്ന് പകൽ മുഴുവൻ പണിയെടുത്തിട്ട് ക്ഷീണത്തിലാണ് പൊക്കിച്ചി. അമ്മേ, ഇപ്പം തുടങ്ങും. നമുക്ക് ഇൻ്റർവെൽ വരെയെങ്കിലും കാണാം. ആട്ടെ. അപ്പോഴേക്കും മൈതാനം നിറഞ്ഞു കവിഞ്ഞു.
നാടക കമ്പനിയുടെ സ്റ്റേജിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി എന്ന് തോന്നുന്നു. നാടകം തുടങ്ങാനുള്ള അനൗൺസ്മെന്റും അതോടൊപ്പം തന്നെ പുറത്തുനിന്നും സ്റ്റേജിലേക്കുള്ള വെളിച്ചക്രമീകരണങ്ങളും നടന്നു. ആദ്യ ബെല്ല് മുഴങ്ങി. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതായിരിക്കും. അവതാരകന്റെ അതിഗംഭീരമായ ശബ്ദം സ്റ്റേജിൽ മുഴങ്ങി. അതോടൊപ്പം രണ്ടാമത്തെ ബെല്ല് മുഴങ്ങി. വിപ്ലവഗാനത്തിന്റെ അകമ്പടിയോടുകൂടി നാടകം തുടങ്ങി. പ്രശസ്തമായ ഒരു തിയേറ്റേഴ്സിന്റെ വിപ്ലവ സാമൂഹ്യ നാടകമായിരുന്നു അത്. കുടിയാന്റെ കരളലിയിക്കുന്ന ദീനരോദനവും ജന്മിയുടെ ആക്രോശവും അട്ടഹാസവും സ്റ്റേജിനെ പ്രകമ്പനം കൊള്ളിച്ച മണിക്കൂറുകൾ. നാടകം ഇന്റർവെല്ലായി. മൈതാനത്ത് പ്രകാശം പരന്നു. അവൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ഒടുവിൽ കണ്ടു, ഷാജിയേട്ടൻ അടുത്തുണ്ട്. ഈശ്വരാ, ഈ തൊട്ടു വിറകിൽ തന്നെ ഉണ്ടായിരുന്നു ആൾ. പകുതി ആയപ്പോഴേക്കും വർണ്ണയുടെ അമ്മയ്ക്ക് ഉറക്കം തുടങ്ങി. വർണ്ണ, പോവാല്ലേ മോളെ നമുക്ക്? അവൾ മൊബൈൽ നോക്കി. പാതിരാത്രി 12:30 കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, മൊബൈലിലെ ബാറ്ററി ചാർജ് വീഡിയോയും ഇമേജും ഒക്കെ എടുത്തത് കൊണ്ട് ഡൗൺ ആയിട്ടുണ്ട്. ഇനി വെറും 20% മാത്രമേ ഉള്ളൂ. ടോർച്ച് കൊണ്ടുവന്നിട്ടില്ല. ഇതുകൊണ്ട് ടോർച്ച് ലൈറ്റ് അടിച്ച് വേണം വീട്ടിലെത്താൻ. വീട്ടിലേക്കാണെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. പാടവരമ്പത്തും ഊടുവഴികളിലും കൂടിയുള്ള യാത്ര ആയതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. കട്ട പിടിച്ച് ഇരുട്ടായിരിക്കും. അവൾ വേഗം ഫോണെടുത്ത് നകുലനെ വിളിച്ചു. എടാ നഗു, നീ വരുന്നില്ലേ? ഞങ്ങൾ പോവുകയാണ്. എൻ്റെ മൊബൈലിൻ്റെ ബാറ്ററി തീരാനായി. മൊബൈൽ ഉണ്ടല്ലോ എന്ന് കരുതി ടോർച്ച് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ നാടകം കണ്ടു തീർന്നിട്ടേ വരുന്നുള്ളൂ. ചേച്ചി അമ്മയും കൂടി പൊക്കോ. ഞാൻ കൂട്ടുകാരുടെ കൂടെ പിന്നെ വരാം. എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. എടാ, നിനക്കിത് SSLC അല്ലേ? നീ എന്ത് ഭാവിച്ചാണ്? ചേച്ചി, നാളെ ഞായറാഴ്ചയല്ലേ, ഒന്നടങ്ങ്. ഞാൻ വരാന്ന്. നിങ്ങൾ പൊക്കോളൂ. വാമ്മേ, എഴുന്നേക്ക്. നാടകം തുടങ്ങിയ പിന്നെ പോകാൻ പറ്റില്ല. ഇരുട്ടായിരിക്കും. വർണ്ണയും അമ്മയും അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് യാത്രയായി. ക്ഷേത്രപ്പറമ്പ് കഴിഞ്ഞാൽ നേരെ പാടമാണ്. അതിലൂടെ പോകണം. പാടവരമ്പിൽ ഒരു പരിധിവരെ ട്യൂബ് ലൈറ്റുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഊട് വഴിയിൽ കയറി പിന്നെയും പോകാനുണ്ട്. ചീവിയുടെ ചിലയിരിക്കുന്ന വരമ്പത്ത് കൂടി അവർ നടന്നു. നാടകം തുടങ്ങിയെന്ന് തോന്നുന്നു. മൈക്കിൽ കൂടെ ആരവം കേൾക്കാം. അവർ നടന്നു നീങ്ങുന്നതനുസരിച്ച് അകലെ ക്ഷേത്രത്തിൽ നിന്നുള്ള ശബ്ദവും കുറഞ്ഞു കുറഞ്ഞു വന്നു. അവൾ അമ്മയെയും കൂട്ടി വേഗം നടന്നു. പാടം കഴിഞ്ഞ് ഊടുവഴിയിൽ പ്രവേശിച്ചപ്പോൾ കട്ട പിടിച്ച ഇരുട്ട്. ആരുമില്ല. ചീവീടുകളുടെ പേടിപ്പെടുത്തുന്ന ശബ്ദം. അവൾ മൊബൈലിലുള്ള ടോർച്ച് ലൈറ്റ് തെളിയിച്ചു. കുറച്ചു ദൂരം അമ്മയെ മുന്നിലാക്കി പിറകിൽ നിന്നും ടോർച്ചടിച്ചുകൊണ്ട് അവളും നടന്നു കാണും. പെട്ടെന്ന് നിം നിം ശബ്ദം. ബാറ്ററി ഡൗണായി. ടോർച്ച് ലൈറ്റ് ഓഫായി. ആ ഊടുവഴിയിൽ അവളും അമ്മയും കൊടു ഇരുട്ടത്ത് ഒറ്റയ്ക്കായി. ഹോ, ടോർച്ചിലെ കറണ്ട് പോയോ? അത് അമ്മേ, മൊബൈൽ ബാറ്ററി തീർന്നു, ഓഫായി. ഒടുക്കത്തെ വീഡിയോ പിടുത്തമല്ലേ? നീ വാ, പേടിക്കണ്ട. ഇവിടെയൊക്കെ നമ്മൾ ഓടി നടന്ന വഴിയല്ലേ, എല്ലാം പരിചയം. നീ എനിക്ക് പിന്നാലെ തന്നെ നടന്നാൽ മതി. ഈ വഴിയൊക്കെ അമ്മയ്ക്ക് ഒരുപക്ഷെ പരിചയം ഉണ്ടാകും. പട്ടണത്തിലേക്ക് പോകുന്ന റോഡ് ഇതല്ലല്ലോ. അത് നമ്മുടെ വീടിൻ്റെ കിഴക്ക് വശത്തല്ലേ? ഇത് വീടിൻ്റെ പടിഞ്ഞാറ് വശത്തു നിന്നും പാടത്തിലൂടെ ഇറങ്ങിപ്പോകുമ്പോൾ കിട്ടുന്ന റോഡിലൂടെയുള്ള ക്ഷേത്രമല്ലേ? വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതുവഴി വരാമായിരുന്നു. ഇതല്ലേ മോളെ എളുപ്പം? വെറും 1 കിലോമീറ്റർ തികച്ചുമില്ല. അത് 4 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് അധികം നടക്കണ്ടേ? അമ്മ അവൾക്ക് മുന്നേ നടന്ന് അവൾക്ക് ധൈര്യം നൽകി പറഞ്ഞു. അമ്മയ്ക്ക് പരിചയമുള്ള വഴി ഇരുട്ടത്ത് പോലും വളരെ എളുപ്പത്തിൽ നടക്കാൻ അമ്മയ്ക്ക് പറ്റുന്നു. അവിടെ കാലേതോ കല്ലിൽ തട്ടി അവർക്ക് നന്നായി വേദനിച്ചു. പിന്നീട് വഴിയിൽ കുണ്ടോ കുഴിയോ ഉണ്ടോ എന്ന് സംശയിച്ച് അവൾ അല്പം സാവകാശം നടന്ന് അമ്മയിൽ നിന്നും ഏറെ പിറകിലായി. പെട്ടെന്ന് ആരോ ഒരാൾ ഇരുളിൻ്റെ മറവിലൂടെ വന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ച് അവളെ തൂക്കിയെടുത്ത് അവർ വന്ന വഴിയെ നടന്നു. അയ്യോ അമ്മേ! അവളുടെ നിലവിളി പുറത്തു കടക്കാതെ വിരലുകൾക്കിടയിൽ കുടുങ്ങി ഒടുങ്ങി. അവൾ കൈകാലിട്ടടിച്ചു കുടഞ്ഞു. 2 കാലുകളും അതുപോലെ തന്നെ കൈകളും ചേർത്ത് പിടിച്ച് ഇല ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ നടക്കുകയാണ് അയാൾ. ഇതൊന്നും അറിയാതെ അമ്മ പൊക്കിച്ചി തനിക്ക് പരിചയമുള്ള വഴിയെന്ന് തെളിയിക്കാൻ വളരെ വേഗത്തിൽ നടന്ന് മുന്നോട്ട് പോയി. പിറകിൽ മകൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നവൻ്റെ കയ്യിൽ നിന്നും അവൾ കുതിറിച്ചാടാൻ നിരന്തരം ശ്രമിച്ചു. എത്ര പരിശ്രമിച്ചിട്ടും ആ ബലമുള്ള കൈകളിൽ കിടന്നവൾ ഞെരിഞ്ഞെന്നല്ലാതെ ഒന്നനങ്ങാൻ പോലും സാധിച്ചില്ല. ബലവാനായ ഏതോ മനുഷ്യൻ അവളെ വായ പൊത്തി തൂക്കിയെടുത്ത് നടക്കാൻ തക്ക ആരോഗ്യമുള്ള ഏതോ കൊലകൊമ്പൻ. അവൾക്ക് മനസ്സിലായി താൻ ഏതോ സിംഹത്തിൻ്റെ വായിലാണ് പെട്ടതെന്ന്. അവൾക്ക് സംശയമുണ്ട്, ഇത് ഷാജിയേട്ടനാണോ? അയാളാണ് ഇത്രയും ആരോഗ്യമുള്ള ഒരാൾ ആ നാട്ടിൽ ഉള്ളത് തന്നെ. ഉത്സവപ്പറമ്പിൽ വെച്ച് നോക്കുന്ന കൂട്ടത്തിൽ ഷാജിയേട്ടനുണ്ടായിരുന്നു. ആള് ഭൂലോക തെമ്മാടിയാണ്. മുഖം തുണികെട്ടി മറച്ചത് കാരണം അവൾക്കൊന്നും കാണുന്നില്ല. തന്നെ വായ പൊത്തിപ്പിടിച്ച കരത്തിലാണെങ്കിൽ ഒരു സ്റ്റീൽ വള കാണുന്നുണ്ട്. ഷാജിയേട്ടന് ഇങ്ങനെയുള്ള വളയില്ലല്ലോ.
എങ്ങോട്ടാണ് ഇയാൾ തന്നെ കൊണ്ടുപോകുന്നത്? അവളും അമ്മയും നടന്നു വന്ന ആ വഴിയിൽ കൂടെ പാടത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു വലിയ കവുങ്ങിൻ തോട്ടമുണ്ട്. ആ തോട്ടത്തിലേക്കാണ് അയാൾ തന്നെയും പൊക്കിക്കൊണ്ടു പോകുന്നതെന്ന് ആ ഇരുട്ടത്തവൾ മനസ്സിലാക്കി. പെട്ടെന്ന് അവരുടെ മേൽ ശക്തമായ പ്രകാശം പതിച്ചു. എവിടെയാണ്? ഊരാളി വാസു. നീ പെങ്കൊച്ചിനെയും കൊണ്ട് പോകുന്നത്? മുഖം മറച്ചാൽ നിന്നെ അറിയില്ലെന്ന് കരുതിയോ? താഴെ ഇറക്കടാ പെണ്ണിനെ. പ്രകാശം തങ്ങളുടെ മേൽ പതിക്കുന്നതിനാൽ ഊരാളി വാസുവിന് തന്നോട് സംസാരിക്കുന്ന ആൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അവൻ വീറോടെ ചോദിച്ചു, ഇറക്കിയില്ലെങ്കിൽ നീ എന്തു ചെയ്യും? നീ ആര് ചോദിക്കാൻ? എടാ, ഇവളെൻ്റെ പെണ്ണ്, എൻ്റെ മുറപ്പെണ്ണ്. ഊരാളി വാസു ആ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ഷാജി അവൻ്റെ കവിളത്തൊരൊറ്റ തല്ല്. നായിൻ്റെ മോനെ, ഇറക്കടാ പെണ്ണിനെ. ഇപ്പോൾ വന്നതാണ് ശരിക്കും ഷാജിയേട്ടൻ. വർണ്ണയ്ക്ക് മനസ്സിലായി. ഷാജിയുടെ അലർച്ചയിൽ ഊരാളി വാസു പെട്ടെന്ന് വർണ്ണയെ താഴെ ഇറക്കി നിർത്തി. മോളെ, നീ ഇത് പിടിച്ചേ. വർണ്ണയെ സെർച്ച് ലൈറ്റ് പോലെയുള്ള ആ ടോർച്ച് ലൈറ്റ് ഏൽപ്പിച്ച് ഷാജി അവൻ്റെ നേരെ തിരിഞ്ഞു. എടാ, നീ ഇന്നലെ ജയിലിൽ നിന്നിറങ്ങിയ നീ ഇവിടെ ഈ ഉത്സവപ്പറമ്പിൽ അതിക്രമം കാണിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. പെണ്ണുപിടിയനായ നീ എന്ത് കരുതി? ഇല്ലാത്ത ബന്ധത്തിൻ്റെ പേര് പറഞ്ഞ് ഈ കൊച്ചിനെ കൊണ്ടുപോയി നിന്റെ ഇരയാക്കാമെന്നോ? അതും പറഞ്ഞ് ഷാജി അവൻ്റെ ചെകിട്ടത്ത് ആഞ്ഞ് രണ്ട് വെച്ചു കൊടുത്തു. കയ്യിൽ നിന്നും വർണ്ണയെ താഴെ ഇറക്കി കൈ സ്വതന്ത്രമായപ്പോൾ ഊരാളി വാസുവും ഷാജിയുടെ തല്ലിനെ പ്രതിരോധിച്ചു. അവനും കൈവീശി ഷാജിയെ തല്ലാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ നിഷ്പ്രയാസം തടുത്തുകൊണ്ട് ഷാജി ഓരോന്നും ചോദിച്ചു. അവന് നേരെ അടി പാസാക്കിക്കൊണ്ടിരുന്നു. ഈ വർണ്ണക്കുഞ്ഞും അമ്മയും വീട്ടിലേക്ക് പോകുമ്പോൾ നീ പിന്നാലെ കൂടിയിരുന്നു അല്ലേ? ഷാജിയുടെ കൈക്കരത്തിൻ്റെ ചൂടറിഞ്ഞപ്പോൾ ഊരാളി വാസു ഒന്ന് അയഞ്ഞു. അവനെപ്പോലെ തടിയുണ്ടെങ്കിലും അവൻ ചെറുപ്പമാണ്. തനിക്ക് 40 കഴിഞ്ഞു. ഊരാളി വാസു അത് മനസ്സിലാക്കി. മോനെ ഷാജി, എന്നോട് ക്ഷമിക്കണം. അത് പറയുമ്പോൾ തന്നെ ഷാജിയുടെ 2 കരങ്ങളും ഊരാളി വാസുവിൻ്റെ പിടലിയിലും നെഞ്ചത്തും വീണ് പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടി. നീ ഇനി ജീവിച്ചിരിക്കണ്ട. എൻ്റെ പെണ്ണിനെ, അല്ല, ഞങ്ങളുടെ വർണ്ണപ്പെണ്ണിനെ നീ തൊട്ടില്ലേ? നീ ഈ ചളിയിൽ പുതഞ്ഞ് ചത്ത് നാറ്. അതും പറഞ്ഞ് അവൻ്റെ കൂമ്പിന് നോക്കി ഇടി തുടങ്ങി. അയ്യോ, കൊല്ലുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അടികൊണ്ട് ഊരാളി താഴെ ചെളിയിലും കണ്ടത്തിലേക്കും വീണു. അവളോട് ടോർച്ച് വാങ്ങിച്ച ഷാജി താഴത്തോട്ട് അടിച്ചു നോക്കി. ചെളിയും കണ്ടത്തിൽ വീണ അവനും ഉരുണ്ട് പിരണ്ട് പ്രാണനും കൊണ്ട് കണ്ടം വഴി ഓടി. ഓടുന്ന വഴിയിൽ അവൻ വിളിച്ചു പറഞ്ഞു, ഈ ഊരാളി വാസു ഇനിയും വരും. വർണ്ണ എനിക്കുള്ളതാണ്. ഞാൻ അവളെയും കൊണ്ടേ എൻ്റെ നാട്ടിൽ നിന്ന് പോകൂ. നീ സൂക്ഷിച്ചോ, തെമ്മാടി അസുരൻ ഷാജി. നീ അസുരനാണെങ്കിൽ ഞാൻ രാക്ഷസനാടാ, രാക്ഷസൻ. പോടാ, തല്ലും കൊണ്ട് കിടന്ന് മോങ്ങാതെ. ഓടടാ, ഓട്. ഷാജി കണ്ടത്തിലൂടെ ഓടുന്ന അവനെ ഒന്നുകൂടി ആട്ടി. കൊച്ചു വാ എൻ്റെ കൂടെ. അമ്മ എവിടെ? ഈ ഇരുട്ടത്ത് നടക്കാൻ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരൊറ്റ പോക്കാ വീട്ടിലേക്ക്. ഷാജി അവളുടെ കയ്യിൽ പിടിച്ചു വീട്ടിലേക്ക് നടന്നു. കാലിൻ്റെ എവിടെയോ വേദനിക്കുന്നു. ഭയത്തോടെ അതിലേറെ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൾ ഷാജിയേട്ടൻ തെളിച്ച വഴിയിലൂടെ വേദനിക്കുന്ന കാൽ വെച്ച് നടന്നു. പെട്ടെന്നാണ് ടോർച്ച് വെളിച്ചത്തിൽ ഷാജി അത് കണ്ടത്. വർണ്ണയുടെ വലത് കാലിൻ്റെ തള്ളവിരലിൻ്റെ നഖം പൊട്ടി ചോര ഒലിക്കുന്നു. അയ്യോ, ചോര! കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ കാല് വെച്ച് കുട്ടി നടക്കണ്ട, ചോര ഇനിയും പൊടിയും. വാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊക്കിയെടുത്തു തൂക്കി നടന്നു. അയ്യോ വേണ്ട, ഞാൻ നടന്നോളാം. അവൾ ചെറിയൊരു അനിഷ്ടം പ്രകടിപ്പിച്ചു. ഷാജി കൂട്ടാക്കിയില്ല. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് എടുത്തു നടന്നു. അരുമയായുള്ള മാൻകുട്ടിയെപ്പോലെ അവൾ അവൻ്റെ മാറിൽ കിടന്നു. ഊരാളി വാസുവിൻ്റെ കൈകൾ കിടന്നതുപോലെയല്ല, ഒരു വേട്ടമൃഗത്തെ കിട്ടിയ ഭാവമായിരുന്നു അയാൾക്ക്. പക്ഷെ ഷാജിയേട്ടൻ്റെ കയ്യിൽ ഒരു തൊട്ടിലെന്ന പോലെ കിടന്നു. ഏറെ നേരം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവൾക്ക് വല്ലാതെ നാണം തോന്നി. എന്തായിപ്പോൾ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഒരു സ്വപ്നം പോലെ ഉള്ളിൽ അറിയാതെ ഒരു തണുപ്പായിരുന്നു. അല്പസമയം കൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പരപുരുഷന്മാർ തന്നെ ഇങ്ങനെ സ്പർശിക്കുന്നത്. ഞാൻ ഇറങ്ങി നടക്കാം എന്നൊക്കെ പറയണമെന്നുണ്ട് അവൾക്ക്. ഒന്നിനും ആവുന്നില്ല. നാവ് ചലിക്കുന്നില്ല. കാല് പൊട്ടിയിരിക്കാൻ കണ്ട സമയം ആ കല്ലിനെ അവൾ ശപിച്ചു. തൻ്റെ ശരീരത്തിലെ മൃദുല ഭാഗങ്ങൾ ഷാജിയേട്ടൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെയോ സ്പർശിക്കുന്നു. ഷാജിയേട്ടൻ്റെ കരങ്ങളും തൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളിലുണ്ട്. എനിക്കൊന്നും കാണുന്നില്ല. ടോർച്ച് നേരെ തെളിക്കുവെണ്ണേ. അപ്പോഴാണ് തൻ്റെ കയ്യിലുള്ള ടോർച്ചിൽ നിന്നും പ്രകാശം ഏതോ വശത്തേക്കാണ് പോകുന്നതെന്ന് അവൾ മനസ്സിലാക്കിയത്. അവൻ്റെ കയ്യിൽ കിടന്ന് അവൾ നേരെ മുന്നിലുള്ള വഴി കാണുന്ന വിധത്തിൽ ടോർച്ച് പിടിച്ചു കൊടുത്തു. എത്രയും പെട്ടെന്ന് വീടെത്തണേയെന്ന് പ്രാർത്ഥിച്ചു. എരുതിയിൽ നിന്നും വറചട്ടിയിൽ വീണ പോലെ ആയിരിക്കുമോ? ഊരാളി വാസുവിനെ തല്ലുന്ന കൂട്ടത്തിൽ ഇയാൾ അറിയാതെ പറഞ്ഞു എൻ്റെ പെണ്ണിനെയെന്ന്. പിന്നെ തിരുത്തി ഞങ്ങളുടെ പെണ്ണിനെയെന്ന്. എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? ഞാനും അമ്മയും ക്ഷേത്രത്തിൽ നിന്നും വരുമ്പോൾ
ഊരാളി വാസുവിനെ കൂടാതെ ഇയാളും ഫോളോ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനു മുമ്പ് തന്നെ പലയിടത്തു നിന്നും ഷാജിയേട്ടൻ ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ ഭാവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒരു പക്ഷെ പ്രേമമായിരിക്കോ, അല്ലാണ്ട് പിന്നെ താനും അമ്മയും പോകുമ്പോൾ ഇങ്ങനെ സെക്യൂരിറ്റിയായി വരാൻ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? ഊരാളി വാസു ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇയാൾ ആക്രമിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത്ര വലിയ ടോർച്ച് കൊണ്ടുവരില്ല. ഇത് ഒരു പ്രശ്നം വന്നാൽ അവിടെ വ്യക്തമായി കാണാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഊരാളി വാസുവും തങ്ങളുടെ പിറകെ കൂടുന്നത് ഷാജിയേട്ടൻ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ടാകും ഈ വലിയ ടോർച്ച് എടുത്ത് രക്ഷയ്ക്കായി വന്നത്. അവൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഷാജിയുടെ കൈപ്പിടിയിൽ ആ ഊടുവഴിയിലെ വീട്ടിലേക്ക് നടക്കവേ, മോളെ വർണ്ണ ദേ, അമ്മ പൊക്കിച്ച് ഒരു മണ്ണെണ്ണ പന്തം പൊക്കി പിടിച്ച് വരുന്നു. അവൾ മന്ത്രിച്ചു. മകൾ ആരുടെയോ കൂടെ ടോർച്ച് തെളിച്ച് നടന്നു വരുന്നത് കണ്ടപ്പോൾ പൊക്കിച്ചിക്ക് ആശ്വാസമായി. പക്ഷെ മകളുടെ കൂടെയുള്ളത് ആ നാട്ടിലെ തന്നെ ഈ ചട്ടമ്പിയായ ഷാജിയാണ്. അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചത് കണ്ടപ്പോൾ, അയ്യോ മോളെ, അമ്മ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്താ അവൻ്റെ കൂടെ? അവർ ഭയത്തോടെ ചോദിച്ചു. അമ്മ എന്നെ ഇരുട്ടത്ത് ഒറ്റയ്ക്കാക്കി നടന്ന് വീട്ടിലോട്ട് പോയില്ലേ? ആ സമയത്ത് ജയിൽ പുള്ളിയായ ഊരാളി വാസു വായ പൊത്തിപ്പിടിച്ച് പൊക്കിക്കൊണ്ടുപോയി. ഷാജിയേട്ടനാണ് എന്നെ അപ്പോൾ അവിടെ വന്ന് രക്ഷിച്ചത്. അയാൾക്കിട്ട് നല്ല ചാമ്പി ഓടിച്ചു വിട്ടു. നേരോ മോളെ, അമ്മ ഒരലർച്ചയായിരുന്നു. എൻ്റെ മോളെ കശ്മലൻ പിടിച്ച് തിന്നുമായിരുന്നു. വകയിലുള്ള ഒരു ചേട്ടൻ്റെ മകനാണെന്ന ബന്ധം പറഞ്ഞുകൊണ്ട് അവൻ പലതും സംസാരിക്കാറുണ്ട്. ആരെയോ കുത്തി ജയിലിൽ പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. അന്നവൻ തമാശ രൂപേണ പറഞ്ഞത് എൻ്റെ മകൾ വർണ്ണം വലുതായാൽ അവനുള്ളതാണെന്ന്. അവൻ അവളുടെ മച്ചുനിയനാണത്രേ. ഈശ്വരാ, അവൻ വന്നിട്ടുണ്ടായിരുന്നോ? ഈശ്വരാ, എന്നിട്ട് മോളെയും തട്ടിക്കൊണ്ട് പോവുമായിരുന്നോ തക്ക സമയത്ത്? എൻ്റെ ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ നിന്നെ അയച്ചു. നന്ദി കേട്ടോ മോനെ ഷാജി. നിന്നെക്കുറിച്ച് നാട്ടുകാർ പറയുന്നതൊന്നും ശരിയല്ലെന്ന് എനിക്ക് അപ്പോഴേ അഭിപ്രായം ഉണ്ടായിരുന്നു. ബോളേട്ടൻ മരിച്ച അവസരത്തിൽ എൻ്റെ മോൻ ഇവിടെ വന്ന് സഹകരിച്ചതൊക്കെ ഞാൻ കണ്ടതാണ്. വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. പക പ്രകടിപ്പിച്ച് അവൻ വീണ്ടും വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ട. ഷാജി സെർച്ച് ലൈറ്റ് തെളിച്ച് അവരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കയറി കിടന്നോളൂ, നകുലു വന്നിട്ട് ഞാൻ പോകാം. അത് കേട്ട് വർണ്ണയും അമ്മ പൊക്കിച്ചിയും അകത്ത് കയറി വാതിലടച്ചു കിടന്നു. ഈ സമയം ഷാജി ഒരു സിഗരറ്റ് വലിച്ച് അവരുടെ മുറ്റത്ത് കാവലിരുന്നു. മണി 2 നകുലൻ അവൻ്റെ കയ്യിലുള്ള മൊബൈൽ ടോർച്ച് തെളിച്ച് വന്നു. ഷാജിയേട്ടൻ എന്താ ഇവിടെ? ഞാൻ പിന്നെ വർണ്ണേ എന്ത് ചെയ്യാൻ വന്നത്? നകുലൻ ദേഷ്യം കൊണ്ട് അവൻ ചാടിക്കയറി ഷാജിയുടെ കോളറിൽ പിടിച്ച് ചോദിച്ചു. എടാ ചെക്ക, ഞാൻ പറയട്ടെ, നീ വിട്. ഇല്ല, പറയാതെ വിടില്ല. പുറത്ത് ബഹളം കേട്ട് വർണ്ണയും അമ്മയും വാതിൽ തുറന്നു വന്നു. ഇത്തിരി പോന്ന മോൻ നകുലൻ ഷാജിയുടെ ഷർട്ടിൽ കയറി പിടിച്ച് വലിക്കുന്നു. അതുകണ്ട് അമ്മയും വർണ്ണയും ഒരേ സ്വരത്തിൽ പറഞ്ഞു, എടാ മോനെ, നകുല് വിടാനാ പറഞ്ഞേ. സ്വന്തം അമ്മയിൽ നിന്നും പെങ്ങളിൽ നിന്നും ആ പെരുമാറ്റം അവൻ പ്രതീക്ഷിച്ചില്ല. +2 പഠിക്കുന്ന ചെറുക്കൻ ഷാജിയെപ്പോലെ വലിയ മലമൂരിയുടെ ഷർട്ട് പിടിച്ച് വലിച്ചത് ഷാജി വലിയ കാര്യമാക്കിയിട്ടില്ല. അവൻ ചിരിക്കുകയായിരുന്നു. തികച്ചും വ്യത്യസ്തമായ പ്രകടനങ്ങൾ ഇരുവശത്തു നിന്നും കണ്ടപ്പോൾ നകുലുവിനെ ഇവിടെ എന്തോ കാര്യമായ പന്തികേടുണ്ടെന്ന് തോന്നി. എടാ ഊരാളി വാസു ഞങ്ങൾ വരുമ്പോൾ ആക്രമിച്ചു, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ ഷാജിയാണ് തക്ക സമയത്ത് വന്ന് രക്ഷിച്ചത്. എവിടെ? എന്നിട്ടോ? ഞാൻ ഇന്ന് അവനെ കൊല്ലും. നകുലൻ ദേഷ്യം കൊണ്ട് ഫോൺ എടുത്ത് സുഹൃത്തുക്കളെ വിളിക്കാൻ തുടങ്ങി. എടാ മോനെ, വേണ്ട, അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഷാജി പറഞ്ഞു. നകുല് വന്നല്ലോ, ഞാനപ്പോൾ പോവാണ് എന്ന് പറഞ്ഞ് ഷാജി ലൈറ്റ് അടിച്ച് നടന്നുപോയി. ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് ഊരാളി വാസുവിൻ്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. അന്നത്തെ രാത്രിയിലെ സംഭവം വർണ്ണയുടെ മനസ്സിൽ നിന്നും ഒരിക്കലും വിട്ടുപോയില്ല. പല്ലക്ക് പോലെ ഷാജിയേട്ടൻ്റെ കരങ്ങളിൽ വീട്ടിലെത്തിയ അവളുടെ മനസ്സിൽ പിന്നെ ഒരു പെരുമഴയായിരുന്നു. ഒരു ദിവസം പട്ടണത്തിൽ പോയി മടങ്ങവേ അതേ ഊടുവഴിയിൽ വെച്ച് ഷാജിയേട്ടനെ കണ്ടപ്പോൾ ഷാജിയേട്ടൻ്റെ ഉള്ളറിയാൻ വേണ്ടി അവൾ ചോദിച്ചു, ഷാജിയേട്ടൻ എന്നെ കാണുമ്പോൾ ഈ ഭാവം എന്താ? വർണ്ണയ്ക്ക് ഇനിയും അത് മനസ്സിലായിട്ടില്ലേ? ഇല്ല. എടി മോളെ, അതാണ് എൻ്റെ പ്രണയം, നിന്നോടുള്ള എൻ്റെ അലൂമിനിയം. എനിക്കും ഇഷ്ടമാണ് ഷാജിയേട്ടനെ. അവൾ തൻ്റെ ആഗ്രഹം അമ്മയോട് പറഞ്ഞു. പൊക്കിച്ചി എതിർപ്പൊന്നും പറഞ്ഞില്ല. അന്ന് ഷാജി ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് തൻ്റെ മോളെ കിട്ടില്ലായിരുന്നു. അവളെ നോക്കാൻ അവരെ കൊണ്ടേ ആകൂ. പൊക്കിച്ചി ഷാജിയെ കണ്ടപ്പോൾ പറഞ്ഞു, കുറേ നാളായല്ലോ ഒരുത്തി വീട്ടിൽ കിടന്ന് കയറ് പൊട്ടിക്കുന്നത്. നിനക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോയി കൂടെ അവളെ? എങ്കിൽ നാട്ടു നടപ്പ് പോലെ തന്നെ ആയിക്കോട്ടെ കാര്യങ്ങൾ. ഞാൻ നാളെ അമ്മയെ അയക്കാം പെണ്ണ് ചോദിക്കാൻ, ഷാജി പറഞ്ഞു. പിന്നീടുള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ ഷാജിയും വർണ്ണയും വിവാഹിതരായി. ആ പ്രണയവല്ലരിയിൽ നിറയെ പ്രേമ സാക്ഷാത്കാരത്തിൻ്റെ വർണ്ണപുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.